ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. HSC എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? 2026 മെയ് ജൂണോട് കൂടി തന്നെ നമ്മുടെ എക്സാം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നോ അങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങളുണ്ടാവും. സിലബസിൽ ചേഞ്ചസ് വന്നിട്ടില്ല, കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു നമ്മുടെ നേരത്തെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിലബസ് എന്താണ്, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഫുൾ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് 7 മൊഡ്യൂളാണ് ഉള്ളത്. മൈക്രോ എക്കണോമിക്സ്, ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വെൽഫെയർ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, കറന്റ് കോൺട്രവേഴ്സീസ് ഇൻ മാക്രോ എക്കണോമിക്സ്, ഇന്ത്യൻ എക്കോണമി, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അങ്ങനെ 7 മൊഡ്യൂൾസ് ആണ് നമുക്ക് HSC എക്കണോമിക്സിന്റെ എക്സാമിലുള്ളത്. നമുക്ക് പാർട്ട് 1, പാർട്ട് 2 ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പാർട്ട് 1 എന്ന് പറയുന്നത് എക്കണോമിക്സ്, പാർട്ട് 2 എന്ന് പറയുന്നത് ജനറൽ പേപ്പറുമാണ്. പാർട്ട് 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ആ ഒരു ഏരിയയിൽ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിൻ ഫീച്ചേഴ്സ് ഒക്കെയാണ് ആ ഒരു ഏരിയാസിൽ വരുന്നത്. നമ്മളിവിടെ എക്കണോമിക്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ തൊട്ട് പഠിച്ചു തുടങ്ങുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഞാൻ ഇന്നൊരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പഠനത്തിൽ അത് ഉപകാരപ്പെടാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെന്താ, മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ 10 മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, 7 മൊഡ്യൂൾസിലും ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വീതം, അങ്ങനെ 70 മാർക്കിലാണ് എക്കണോമിക്സിന്റെ എക്സാം തന്നെ. ക്ലിയർ അല്ലേ? അപ്പോൾ പക്ഷേ കഴിഞ്ഞ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, ഈച്ച് ഓരോന്നിന്ന് 10 എന്നുള്ള രീതിയിലല്ല ചോദിച്ചിരുന്നത്. ആ എക്സാമിൽ എങ്ങനെയായിരിക്കും, ഏത് ഏരിയസ് കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ മൊഡ്യൂൾ ഇപ്പോൾ നമ്മൾ സിലബസിൽ കൊടുത്തേക്കുമ്പോഴത്തേക്കും മൈക്രോയ്ക്ക് 10, ജനറൽ ഇക്വിലിബ്രിയത്തിന് 10, മാക്രോയ്ക്ക് 10 എന്ന് പറഞ്ഞാൽ 10 വെച്ച് 70 മാർക്കിലാണ് എക്സാം. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇയേഴ്സിൻ്റെ എക്സാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ഊന്നൽ ഓരോ മൊഡ്യൂൾസിന് കൊടുത്തു. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കുക, മൈക്രോ ആൻഡ് മാക്രോയിൽ നിന്നാണ് സാധാരണഗതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറ്. ഈ ജനറൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അധികം ചോദ്യം വരാറില്ല. കാരണം എന്താ, ആ സിലബസ് ചെറുതാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യം മൈക്രോ എക്കണോമിക്സ് ആണ്, 10 മാർക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഏകദേശം 10 തൊട്ട് 12 ചോദ്യങ്ങൾ വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ മൈക്രോ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ മൈക്രോയിൽ റീസൺ, ആദ്യം തുടങ്ങുന്നതിന് റീസൺ ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ആദ്യത്തെ മൊഡ്യൂളാണിത്. ആദ്യത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് 1 എന്ന് പറയും, മൊഡ്യൂൾ 1 മൈക്രോ എക്കണോമിക്സിലെ മൊഡ്യൂൾ 1 വരുന്നത് ഈ കൺസ്യൂമറിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ നമ്മളൊരു എന്താ എക്കണോമിക്സിൻ്റെ ഒക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അല്ലേ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിമാൻഡ് എന്താ, യൂട്ടിലിറ്റി എന്താ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ടോപ്പിക്സിൽ നിന്നായിരിക്കും അല്ലേ തുടങ്ങുന്നത്. അത് നമ്മുടെ പഴയ നമ്മൾ പഠിച്ചു വരുന്ന കാര്യം തൊട്ട് തന്നെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് റീസൺ ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറി. ഡിമാൻഡ് എന്നൊന്നുമല്ല, ഡിമാൻഡ് തിയറിയിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ്. നമ്മുടെ പഴയ ഡിമാൻഡ് തിയറിറ്റിക്കലി എന്താ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ എന്താണ്, അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. റിയൽ വേൾഡിലെ അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റീസൺ ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറി തന്നെ വരാനുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിലബസിന്റെ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ. അപ്പോൾ റീസൺ ഡെവലപ്മെന്റ് ഡിമാൻഡ് തിയറിയിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി അപ്രോച്ച് തന്നെ, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസിൽ നെർലോവിൻ്റെയും ഹൊത്തൈക്കറിൻ്റെയും ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം, അതുപോലെ ഇന്റർ ടെമ്പോറൽ ചോയ്സ് മോഡൽസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ 1 ഫസ്റ്റത്തെ പോർഷൻ. മൊഡ്യൂൾ 1 ഫസ്റ്റത്തെ ഭാഗം ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ, ഈ ഒരു കുഞ്ഞ് കൺസ്യൂമറിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഒത്തിരി ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചേക്കുന്നത്. എത്ര ഇമ്പോർട്ടൻ്റ്, ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലെന്ന് അത്ര ഇമ്പോർട്ടൻ്റ്. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. നെർലോവിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റിനെ ബേസ് ചെയ്തും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഈ ഏരിയ, അതായത് നമ്മുടെ മൈക്രോയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം ചോദിച്ചു എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ചോദിക്കാതിരിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. നിങ്ങളെല്ലാം പഠിച്ചിരിക്കണം, അത് നമ്മുടെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ തന്നെ 3 ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ പറഞ്ഞു, നെർലോവിൻ്റെ ഏരിയയിൽ നിന്നു, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ നിന്നും കോൺസ്റ്റന്റ്. കൂടുതൽ സാധ്യത പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലീനിയർ എക്സ്പെൻഡിച്ചർ എന്ന് ഉറപ്പിച്ചോട്ടോ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് അൺസർട്ടനിറ്റിയുടെ കേസ് ഞാൻ മൊഡ്യൂൾ 1 കുറച്ച് പാർട്ടായിട്ട് തിരിച്ചു എന്നേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ പാർട്ട് മറ്റേ ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയ ആയിരുന്നു, ഇനി ഡിമാൻഡിൻ്റെ ഏരിയ ആയിരുന്നു. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് അൺസർട്ടനിറ്റി, ഈ ഏരിയയിൽ 2-3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ സാധാരണഗതിയിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് എക്കണോമിക്സിൻ്റെ എക്സാമിലെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചോദ്യം ചോദിച്ചുള്ളൂ, ബട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. റിസ്ക് മെഷർ ചെയ്യണം എങ്ങനെ, റിസ്ക് ലവർ, റിസ്ക് അവേർഷൻ, റിസ്ക് ന്യൂട്രാലിറ്റി, ഇതിന് നിങ്ങൾ ആ ഫിഗർ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അവരുടെ എന്താ MUM എങ്ങനെയായിരിക്കും എന്നൊക്കെ
ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ പാരഡോക്സ്, സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ്, ബെർണോളിസ് പാരഡോക്സ്, ന്യൂമാൻ മോർഗൻ സ്റ്റാൻഡേർഡ് യൂട്ടിലിറ്റി ഇൻഡെക്സ്, ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തിസിസ്, റിസ്ക് റിട്ടേൺ നമ്മൾ ട്രേഡ് ഓഫ്, ഇൻവെസ്റ്റേഴ്സ് ചോയ്സ് പ്രോബ്ലം, ഹൗസ് ഹോൾഡ് പോർട്ട്ഫോളിയോ ഡിസിഷൻ ആൻഡ് അൺസർട്ടനിറ്റി, സ്റ്റേറ്റ് പ്രിഫറൻസ് തിയറി. ഇത് എത്രയാണ് നമ്മുടെ മെയിൻലി എന്തിൽ വരും, റിസ്കിൻ്റെ കേസിൽ വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ. ഇത് എവിടെ നോക്കിക്കേ, ഈ ഇത്രയും ഭാഗം. ഓക്കെ, ഈ ഇത്രയും ഭാഗമാണ് റിസ്കിൻ്റെ ഏരിയയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഈ ഇത്രയും ഏരിയാസ്. റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു 2 ചോദ്യങ്ങൾ. ഈ ഒരു കുഞ്ഞു ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് 1-2 ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊന്നും നിസ്സാരമല്ല. അപ്പോൾ അന്ന് ചോദിച്ചത് ഫ്രീഡ്മാൻ സാവേജിനെ പറ്റിയിട്ടും റിസ്കിനെ പറ്റിയിട്ടും ഒരു പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇതിൻ്റെ അകത്ത് സെന്റ് പീറ്റേഴ്സ്, ഈ ന്യൂമാൻ ആൻഡ് ഫ്രീഡ്മാൻ സാവേജ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവർ ഇത്രയും പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റ് പീറ്റേഴ്സിൽ നിന്ന് ചോദിക്കാം, അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്നാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ഭാഗമാണ്, ബാൻഡ് വാഗൺ സ്നോ വെബ്ലൻ എഫക്റ്റ്, കോവ് വെബ് തിയറി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. നമ്മൾ സെറ്റ് നെറ്റൊക്കെ എടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയസിൽ നിന്ന് ധാരാളം ചോദ്യം വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചു. അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എക്കണോമിക്സ് എക്സാമിന് ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാൻഡ് വാഗൺ സ്നോ ബാൻഡ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫ്യൂസ് ചെയ്യാം. ബാൻഡ് വാഗൺ തെറ്റി പോകാറില്ല, കാരണം അത് എല്ലാവർക്കും ഇതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ സ്നോബും വെബ്ലനും എല്ലാവർക്കും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചോ. അതുപോലെ തന്നെ ഇവരുടെ ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വരുന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ലേബർ ഡീപ്പനിങ്, ക്യാപിറ്റൽ ഡീപ്പനിങ്, ന്യൂട്രൽ, ടെക്നിക്കൽ പ്രോഗ്രസ്, കോസ്റ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, കോസ്റ്റ് മിനിമൈസിങ് ഇൻപുട്ട്, പ്രോപ്പർട്ടീസ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ, എക്കോണമീസ് ഓഫ് സ്കെയിൽ, ലേണിംഗ് കർവ്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഏരിയ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ആദ്യം തന്നെ കോസ്റ്റ് എന്താണ് കോസ്റ്റ് തൊട്ട് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കോസ്റ്റ് തൊട്ട് തന്നെ പഠിക്കാം. ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, അങ്ങനെ കോസ്റ്റുകളെല്ലാം പഠിക്കാം. കോസ്റ്റ് പഠിക്കുമ്പോൾ അവരുടെ റിലേഷൻസ് പഠിക്കാം. റിലേഷൻസിൽ നിന്നാണ് സാധാരണഗതിയിൽ എക്കണോമിക്സിൽ എപ്പോഴും ചോദ്യം തന്നെ. എന്താണ് പഠിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് പഠിക്കണം? അവർ നമ്മൾ റിലേഷൻ പഠിക്കണം. നമ്മൾ ആ കർവ് വരച്ച് ഇതാക്കില്ല, നമ്മൾ ആ കർവ് പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ മൂവ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് കാണാപ്പാടം പഠിക്കേണ്ടേ കാര്യമില്ല. കാരണം ആ ഒരു ഫിഗർ വരച്ച് നമുക്കറിയാം, ഈ ചോദ്യം കാണുമ്പോൾ തന്നെ എനിക്ക് ഉത്തരം അറിയാവുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും അല്ലേ. അപ്പോൾ ആ കർവ് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോബ് ഡഗ്ലസിൽ നിന്ന് ഷുവറാണ്. കോബ് ഡഗ്ലസ് അല്ലെങ്കിൽ സെസ്സിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കും കേട്ടോ. പിന്നെന്താ, ടെക്നിക്കൽ പ്രോഗ്രസ് ചോദിക്കാം, ക്യാപിറ്റൽ ആൻഡ് ലേബർ ഡീപ്പനിങ് ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്കോണമീസ് ഓഫ് സ്കെയിൽ, ലേണിംഗ് കർവിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി മാർക്കറ്റ് സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് സ്ട്രക്ചറിൽ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് എന്താ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇംപെർഫെക്റ്റിൽ ഏതൊക്കെ വരും? മൊണോപോളി, മൊണോപോളിസ്റ്റിക്, ഒളിഗോപോളി ഒക്കെ വരും. പിന്നെന്താ, ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റും മോണോപോളിസ്റ്റിക്കും ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉറപ്പായിട്ടും അവിടെ നിന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും സാധാരണഗതിയിൽ എക്കണോമിക്സ് എക്സാമിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒളിഗോപോളി ഏരിയാസിൽ നിന്നാണ്. അതായത് മൊണോപോളി ആൻഡ് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ ഇവിടെയാണ്. ഇവിടെ ഒളിഗോപോളിയുടെ കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് മോഡൽസ് ഉണ്ട്. ഒളിഗോപോളിയുടെ കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് മോഡൽസ് ഉണ്ട്. ഇതിൽ നിന്നാണ് കൂടുതലും എക്കണോമിക്സിന് ചോദിക്കാറുള്ളത്. അതായത് നമ്മുടെ ഈ കൊളൂസീവിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് നോൺ കൊളൂസീവ് മെത്തേഡിലാണ് എക്കണോമിക്സ് എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അതായത് നമ്മുടെ ബർട്രാൻഡ്, കുർനോട്ട്, എഡ്ജ്വർത്തിൻ്റെ, ചെമ്പർലിൻ, ഇവരുടെയൊക്കെ ഈ ഒരു ഏരിയ, സ്റ്റാക്കിൾബർഗ്, ഈ ഒരു മോഡൽ, അതായത് ഡ്യുവോപോളി മോഡൽസ് ഇല്ലേ, ആ മോഡൽസിനെ പറ്റിയിട്ടാണ് എപ്പോഴും ചോദിക്കാറ്. അതുപോലെ കിങ്ഡി ഡിമാൻഡ് കർവിനെ പറ്റി ചോദിക്കും, ഉറപ്പാണ് ചോദിക്കും കേട്ടോ. ആ ഒരു ഏരിയ കിങ്ഡി ഡിമാൻഡ് കർവ് മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഒളിഗോപോളി പഠിക്കാം, മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കാൻ തന്നെ രസമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എളുപ്പമുള്ള ഒരു ഏരിയ ആണ്, മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ചെമ്പർലിൻ്റെ ആ ഒരു ഏരിയാസ്. പിന്നെന്താ, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, നോൺ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് ഒളിഗോപോളിയാണ്. ക്ലിയർ അല്ലേ? ഇനി
അടുത്ത് വരുന്ന തിയറി ഓഫ് ഗെയിംസ്, അതും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സീറോ സം ഗെയിം, നോൺ സീറോ സം ഗെയിം, പ്രിസണേഴ്സ് ഡിലെമ, ഡാഷ് ഇക്വിലിബ്രിയം, ഗെയിം തിയറി ആൻഡ് ആപ്ലിക്കേഷൻ, ഇഷ്യൂസ് ഇൻ ഗെയിം തിയറി. ഇതിനകത്ത് ഈ നമ്മൾ സാധാരണഗതിയിൽ എക്കണോമിക്സ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് നാഷ് ഇക്വിലിബ്രിയം. നാഷ് ഇക്വിലിബ്രിയത്തെ ബേസ് ചെയ്ത് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറ്, അല്ലെങ്കിൽ പ്രിസണേഴ്സ് ഡിലെമയെ ആസ്പദമാക്കിയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. സീറോ സം എന്താണ്, നോൺ സീറോ സം എന്താണെന്ന് എല്ലാവർക്കും മാറിപ്പോകും. അതെപ്പോഴും കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം. കാരണം എന്താണ് നോൺ സീറോ, എന്താണ് സീറോ സം എന്നുള്ളത് എല്ലാ കുട്ടികളും തെറ്റിക്കുന്നൊരു, അല്ലെങ്കിൽ എല്ലാ എക്കണോമിക്സ് എക്സാം എഴുതുന്നവരും അല്ലെങ്കിൽ എക്കണോമിക്സിന് പഠിക്കുന്നവർക്ക് പോലും മാറിപ്പോകുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ട് മാറിപ്പോകാൻ സാധ്യതയുള്ള ഏരിയാസ് എന്നായിരിക്കും ഇതുപോലത്തെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പോൾ ആ ഏരിയാസ് നോക്കിക്കോളൂ. നാഷ് ഇക്വിലിബ്രിയം അങ്ങനെ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ അനുസരിച്ച് നാഷ് ഇക്വിലിബ്രിയം, പ്രിസണേഴ്സ് ഡിലെമ എന്നുള്ള ഒരു ചോദ്യങ്ങൾ എക്കണോമിക്സ് തലത്തിലുള്ള എക്സാംസിന് കൂടുതലാണ്. സോ ആ ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ഇനി ഇൻഫോർമേഷൻ എക്കണോമിക് ട്രിക്സ് വരുമ്പോൾ അസിമെട്രിക് ഇൻഫോർമേഷൻ, മാർക്കറ്റ് ഫോർ ലെമൺ, ദ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം, മോറൽ ഹസാർഡ്, അഡ്വേഴ്സ് സെലക്ഷൻ, സ്ക്രീനിങ് ആൻഡ് മാർക്കറ്റ് സിഗ്നൽ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഏരിയ. നമ്മൾ എക്കണോമിക്സിൽ അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ സ്ഥിരമായിട്ട് പഠിക്കുന്ന ടോപ്പിക്സുകൾ തന്നെയാണ്. ആദ്യത്തെ റീസൺ ഡെവലപ്മെൻറ്റ് ഇൻ ഡിമാൻഡ് തിയറി മാത്രമേ നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. ഇനി അടുത്തത് നോക്കിയാലോ. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ ഇക്വിലിബ്രിയം, വെൽഫെയർ എക്കണോമിക്സ്, തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഡിസ്ട്രിബ്യൂഷൻ തിയറീസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ നിന്ന് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറിയിലെ നമ്മുടെ അത് തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി തന്നെ ഉലോസ് തിയറി ആണല്ലോ, അത് ആ ഒരു ഏരിയാസിൽ നിന്ന് സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലാർക്ക്, വിക്സിറ്റ്, വാൾറസ്, പ്രൊഡക്ഷൻ എക്സോഷൻ തിയറി ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. നമ്മൾ ഒരു പോയിന്റ് പോലും ഒരു ഭാഗം പോലും വിടാതെ തന്നെ വേണം ഈ എക്സാമിന് പഠിക്കാൻ. പക്ഷെ ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഒരിക്കലും വിടാൻ പാടില്ലാത്ത ഏരിയാസ് മാത്രം ആണ് ഞാനൊന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറി അല്ലെങ്കിൽ ഉലോസ് തിയറി നിങ്ങൾ പഠിച്ചേക്കുക. പിന്നെന്താ, കേനീഷ്യൻ ആൻഡ് നിയോ കേനീഷ്യൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ്. കാൽഡോറിനെ മോഡിഫൈഡ്, ഇത് കാൽഡോറിനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഒരു ഊന്നൽ കൊടുത്ത് ഏത് പഠിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരെണ്ണം പോലെ സ്കിപ്പ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസസിൽ വരുന്നത്. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് വിഡോസ് ക്രൂസ് മോഡൽ, ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസിക്കൽ തിയറി, റിക്കാർഡിയൻ തിയറി, മാർക്സിൻ്റെ തിയറി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തിയറീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? റിക്കാർഡിയൻ്റെ മോഡല്, മാർക്സ്, ക്ലാസിക്കൽസ്, ഇതൊക്കെ ചോദിക്കാം. അതുപോലെ കലീക്കിയുടെ ഡിഗ്രി ഓഫ് മോണോപോളി ചോദിക്കാം. ഓക്കെ, കലീക്കിയുടെ ഡിഗ്രി ഓഫ് മോണോപോളി ചോദിക്കാം. അതുപോലെ തിയറീസ് ഓഫ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഏരിയാസിൽ നിന്ന് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ അടുത്ത നോക്കുവാണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ നെർലൗവിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മോഡലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെർലൗ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ്. ഇത് നമ്മൾ ഈ നെർലൗവിൻ്റെ ഡെഫിനിഷൻ അറിയുമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സുഖമായിട്ട്, ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഭാഗത്ത് നിന്ന് നെർലൗവിനെ പറ്റി ചോദിച്ചു, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തെ പറ്റി ചോദിച്ചു, കോൺസ്റ്റന്റ് ഇലാസ്റ്റിക് അപ്രോച്ചിനെ പറ്റി ചോദിച്ചു എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കേ, ദർ ഇസ് എ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് വിച്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ കറന്റ് ലെവൽ ഓഫ് ഇൻകം. എന്താണ്? ദർ ഇസ് എ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾ വിച്ച് ഇസ് ഡിറ്റർമൈൻഡ്. നമ്മുടെ കറണ്ട് ഇൻകത്തെ ആസ്പദമാക്കിയിട്ട് നമ്മൾ കുറച്ച് എന്താണ് ഡ്യൂറബിൾസ് എന്താ പറയുക, നമ്മുടെ കറണ്ട് ഇൻകത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എത്രമാത്രം ഡ്യൂറബിൾസ് പർച്ചേസ് അല്ലെങ്കിൽ ഡിസൈർ ചെയ്യണമെന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ക്യാനോട്ട് ഇമ്മീഡിയറ്റ്ലി അക്വയർ ദ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ഡ്യൂ ടു ലിമിറ്റഡ്. എനിക്ക് ഒരു 10 ഫ്രിഡ്ജ് വേണം, അല്ലെങ്കിൽ 10 TV വേണം, 2 കാറ് വേണം, 2 ബൈക്ക് വേണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ആഗ്രഹം എനിക്ക് 2 ഫ്രിഡ്ജും 2 TVയും 2 കാറും 2 ബൈക്കും ഒക്കെ ഒറ്റയടിക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ലിമിറ്റഡ് ഇൻകം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഒറ്റയടിക്ക് സാധിക്കാൻ പറ്റില്ല. ദ അക്വിസിഷൻ ഓഫ് ദ ഡിസൈർഡ് ലെവൽ ഓഫ് ഡ്യൂറബിൾസ് ഈസ് ഗ്രാജുവൽ. എനിക്ക് ഒറ്റയടിക്ക് പറ്റില്ല, പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ വർഷം ഞാൻ എന്ത് ചെയ്തു? ഒരു ബൈക്കോ അല്ലെങ്കിൽ കാർ ഈ വർഷം ഞാൻ എടുത്തു, അടുത്ത വർഷം ഞാനൊരു ഫ്രിഡ്ജ് എടുത്തു, അതിൻ്റെ അടുത്ത വർഷം ഞാനൊരു TV എടുത്തു, അല്ലെങ്കിൽ 2 TV എടുത്തു. അങ്ങനെ എന്താ പതുക്കെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എത്താം അല്ലേ. അതാണ് എന്ത് നെർലൗവിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഈ എല്ലാ ഓപ്ഷനും C ആണ്. സോ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത് നെർലൗവിൻ്റെ ആ ഡെഫിനിഷൻ അറിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ തന്നെ. ഓക്കെ, ഇനി നമ്മൾ
ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം അല്ലേ. സ്ലട്സ്കി ഇക്വേഷൻ ഡീൽസ് വിത്ത് ഡികമ്പോസിഷൻ ഓഫ് സ്ലട്സ്കി ഇക്വേഷൻ എന്താണ്? നമ്മൾ കോമ്പൻസേഷൻ വേരിയേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ. കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ ഹിഗ്സ് ആൻഡ് സ്ലട്സ്കിയുടെ അത് തന്നെയാണിത്. എന്താണ് ഡികമ്പോസിഷൻ ഓഫ് എന്താണ്? പ്രൈസ് എഫക്റ്റ് ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റ്. അതാണ് കേട്ടോ സ്ലട്സ്കിയുടെ എന്താണ് പ്രൈസ് എഫക്റ്റ് ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റിനെ പ്രൈസ് എഫക്റ്റ് മാറ്റുന്നതിനാണ് സ്ലട്സ്കിയുടെ ഡീകമ്പോസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ജനറൽ ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഇനി ജനറൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ ദ ഇന്ത്യ എക്കോണമി, പാർഷ്യൽ general equilibrium, Walras equilibrium, two factor, two commodity. ഇതിനകത്ത് 2 × 2 ജനറൽ ഇക്വിലിബ്രിയം മോഡലാണ്. ഇതിനകത്ത് നമ്മൾ മെയിൻലി ഈ ഒരു തുടക്കത്തിൽ പഠിക്കേണ്ടത് പാർഷ്യൽ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അത് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് 10 ചോദ്യമൊന്നുമില്ല, 4 to 5 ചോദ്യമാണ് ഈ ഏരിയയിൽ. കാരണം ഈ മൊഡ്യൂൾ ചെറിയ മൊഡ്യൂൾ ആയതുകൊണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബെന്താമിൻ്റെ ക്രൈറ്റീരിയ ആണ്. ന്യൂ വെൽഫെയർ, കാൽദോർ ഹിഗ്സിന്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, സ്റ്റിവോസ്കിയുടെ ക്രൈറ്റീരിയ ഷുവറാണ്. അത് പഠിക്കാതെ പോവുക ചെയ്യരുത് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, ബെർഗ്സ് ആൻഡ് സാമ്പിൾസിൻ്റെയും ആരോയുടെ ഇമ്പോസിബിലിറ്റി തിയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പിഗോയിൻ്റെ വെൽഫെയർ എക്കണോമിക്സ്, ഈ പോയിന്റ് ഓഫ് ബ്ലിസ്സിനെ പറ്റിയിട്ടൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ്, കോസ്റ്റ് തിയറി. ഈ ഒരു ഏരിയയിൽ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ആക്ച്വലി ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയില്ല, എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. ഇനി മാർജിനലൈസ്ഡ് കോൺട്രവേഴ്സി ആൻഡ് മാനേജ്ഡ് ബിഹേവിയർ എന്ന് വരുമ്പോഴത്തേക്ക് ഹാൾ ഹിച്ചിൻ്റെ ഫുൾ കോസ്റ്റ്, ഇതിൽ ഈ സിലോസ് ലിബിനീസ് ലിമിറ്റ് പ്രൈസിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വില്യാംസിൻ്റെ മോഡലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബൗമോൾ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരെണ്ണം പോലും വിടരുത് കേട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇവിടെ നിന്ന് വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയ എന്ന് തന്നെയാണിത്. സോഷ്യൽ വെൽഫെയർ ഇസ് മാക്സിമൈസ്ഡ് അറ്റ് the point of tangency of envelope utility possibility frontier with the highest possible social indifference control. This point is called. ഇത് ഈ ഡെഫിനിഷൻ ആണ് ഇതിൻ്റെ, അതായത് നമ്മുടെ പോയിന്റ് ഓഫ് ബ്ലിസ്സിൻ്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ അത്. ആ പോയിന്റ് ഓഫ് ബ്ലിസ് തന്നെ ഏത് പോയിന്റിലാണ്, ഏത് രണ്ട് കാര്യങ്ങൾ ടാൻജന്റ് ആവുന്ന പോയിന്റിലാണെന്നാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോകാൻ നമ്മൾ മാക്രോ എക്കണോമിക്സ്, ഇതിൽ നിന്ന് ഒരു 10 to 12 ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ തിയറി അനുസരിച്ച് ഇത് കുറച്ചുകൂടെ പണ്ടത്തെ എക്കണോമിക്സിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സിലബസിനെ അപേക്ഷിച്ച് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് മാക്രോ വരുന്നത് കേട്ടോ. സൈക്കോളജിക്കൽ ലോ ഓഫ് കെയ്നീഷ്യൻ ലോ, അബ്സല്യൂട്ട്, ഈ നമ്മുടെ ഇൻകം തിയറീസിലെ അബ്സല്യൂട്ട്, റിലേറ്റീവ്, ഫിഷർ, പെർമനന്റ് ആൻഡ് ലൈഫ് സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഒരു ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടാവും. ഒന്നില്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീഡ്മാൻ ആയിരിക്കും, അബ്സല്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് ഉറപ്പിച്ചോ ഒരു ചോദ്യം ഷുവറാണ്. ഏതിന് ചോദിക്കും നമുക്ക് പറയാമല്ലോ, 1 or 2 ചോദ്യം ഷുവറാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചിട്ട് വേണം പോകാൻ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ കേട്ടോ. മാക്രോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലാസിക്കൽ അപ്രോച്ച്, ഈ ക്വാണ്ടിറ്റി തിയറിയിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ബൗമോളുടെയോ ഫ്രീഡ്മാൻ്റെയോ അല്ലെങ്കിൽ ഫിഷറിൻ്റെയോ കേംബ്രിഡ്ജിലെ ഇവരിൽ ഒരാളിൽ നിന്നും ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, 100% ഉറപ്പാണ്. പിന്നെ മൾട്ടിപ്ലയറിൻ്റെ നിന്നും ചോദിക്കാം, ഓക്കെ, ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഇനി മാക്രോ എക്കണോമിക്സ് ഓപ്പൺ എക്കോണമി മോഡലിലേക്ക് വരുമ്പോൾ ISLത്തെ പറ്റി ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ നമ്മുടെ എക്കണോമിക്സിൽ? ഇല്ല. അപ്പോൾ ISL സ്കിപ്പ് ചെയ്ത് നമുക്ക് ഓപ്പൺ എക്കോണമിയും കൂടിയാണ്. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മുണ്ടൽ ഫ്ലെമിംഗ് അല്ലെങ്കിൽ ഈ BOPനെ വെച്ച ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ പറ്റിയൊക്കെ ചോദ്യം ചോദിക്കാട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ സ്റ്റുഡൻസിനോട് പഠിപ്പിക്കുമ്പോഴും പറയാറുണ്ട്, എവിടെയൊക്കെയാണ് ഇവിടെ സംശയം വരുന്ന ഏരിയാസ്, എവിടെയൊക്കെ നമ്മളെ തെറ്റിപ്പിക്കുക എന്നുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഏരിയ കൺഫ്യൂസിങ് ആണ്, നമ്മൾ കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഏരിയ ആണ്. ഇനി ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻസ്, ഈ ഒരു ഏരിയ പഠിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. കാരണം ഇത് എന്താ, നമ്മൾ കമ്പയർ ചെയ്താണല്ലേ പഠിക്കുന്നത്. ക്ലാസിക്കൽസ് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് ഗെയിംസ് പറഞ്ഞപ്പോൾ ആ ഒരു കമ്പയർ ചെയ്ത് പഠിക്കാൻ തന്നെ ഒരു നല്ല രസമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ മാക്രോയിൽ നല്ലൊരു ഭാഗമാണിത്. ക്ലാസിക്കൽസിന്റെ ലേബർ മാർക്കറ്റ്, എംപ്ലോയ്മെന്റ്, ഔട്ട്പുട്ട്, സെയിൽസ് ലോ, ഇൻട്രസ്റ്റ് റേറ്റ്, ന്യൂട്രാലിറ്റി ഓഫ് മണി, ക്ലാസിക്കൽ ഡൈക്കോട്ടമി. അതിന് നേരെ വിപരീതമായിട്ട് കെയ്നീഷ്യന്റെ എന്താണ് കെയ്ൻസ് പറയുന്നതെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കെയ്നീഷ്യന്റെ ക്രോസ് മോഡൽ, ലിക്വിഡിറ്റി ട്രാപ്പ് ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പിച്ചു. ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ക്രൗഡിങ് ഔട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതല്ലേ ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ പഠിക്കുക. ഇൻഫ്ലേഷൻ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. ഇനി നിയോ കെയ്നീഷ്യൻ അനാലിസിസിൽ നിന്ന് എഫക്റ്റീവ് ഡിമാൻഡ് ഈ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഇല്ല, പക്ഷേ എന്നാൽ ഇപ്രാവശ്യം വേണമെങ്കിൽ ചോദിക്കുക. അതുകൊണ്ട് ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫ്രീഡ്മാൻ പെർമനന്റ് ഇൻകം, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരുമെന്ന്.
എന്താ തിയറി ഓഫ് സ്റ്റഡി കൺസെപ്ഷൻ ഇൻഡിവിജ്വൽ കൺസ്യൂം എ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ഓഫ് ദെയർ എക്സ്പെക്റ്റഡ് ഇൻകം ദ ആനുവൽ ആവറേജ് ഇൻകം ദാറ്റ് പീപ്പിൾ എക്സ്പെക്റ്റഡ് ടു റിസീവ് ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ ഓൾ ഓഫ് ദ എബവ്. ഇവിടെ എന്താണ് അബ്സല്യൂട്ട് റിലേറ്റീവ് നിന്ന് വ്യത്യസ്തത അവർ മെയിൻലി കറണ്ട് ഇൻകത്തെ ബേസ് ചെയ്താണ് നമ്മുടെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എത്ര മിനിറ്റായി അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തിയറി വരുന്നത്. അത് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്, പെർമനന്റ് ഇൻകത്തെ ആസ്പദമാക്കിയിട്ട്. ഇനി ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് വരുന്നത് എന്താണ് ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആണ്, ആ ഒരു ഹൊറിസോണൽ ആവില്ല എക്സ് ആക്സിലോട്. ഇനി കറണ്ട് കോൺട്രവേഴ്സീസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ് അതിൽ ഇതുപോലെ നമുക്ക് ഒത്തിരി കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. പിന്നെന്താ അതിൽ നിന്ന് തന്നെ എന്താ റിക്കാർഡിയൻ ഇക്വലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കെയ്ൻസ് ആൻഡ് ക്ലാസിക്കൽസ് ന്യൂ കെയ്നീഷ്യനും ന്യൂ ക്ലാസിക്കൽസിനെയും കമ്പയർ ചെയ്ത് വേണം കേട്ടോ പഠിക്കാൻ. ഇനി ഇതിൻ്റെ അകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ന്യൂ ക്ലാസിക്കൽസിനെ പറ്റി പറയുന്നത്? ഇവർ കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഏതായിരിക്കും ശരി വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, എയും ബിയും ആണ് ഇവരുടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ എക്കോണമി വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ എക്കോണമിയുടെ ഏകദേശം മുഴുവൻ നിങ്ങൾ പഠിക്കുക. ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ആ ഒരു ഏരിയ, ഇന്ത്യൻ എക്കോണമി എന്നുള്ള ഏരിയ, ഈ ഫിസിക്കൽ എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ്, എക്കണോമിക് സർവേ, ആ ഒരു ഏരിയാസ് മൊത്തം എന്ത് ചെയ്യണം, മൊത്തം കവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പ്ലാനിങ് ആവട്ടെ, നീതി ആയോഗ് ആവട്ടെ, WTO ആവട്ടെ, എന്തൊക്കെ ഈ ഒരു ഏരിയാസിൽ നിന്ന് മാക്സിമം, കാരണം എക്കണോമിക്സും ആയതുകൊണ്ട് കറണ്ട് അഫയേഴ്സിനെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു ഏരിയാസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കേരള എക്കോണമി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എക്സാം PSC എക്സാം ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഒന്നും വിട്ടുപോകരുത്. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആസ്പദമാക്കിയത് സി ആണ്. ഇതിൻ്റെ അകത്ത് 4 പെർമനൻ്റ് 4 അങ്ങനെ ഒന്നും മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കാണുക കേട്ടോ, മോണിറ്ററി പോളിസി പറ്റിയിട്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു ചോദ്യം ഇൻഡസ്ട്രിയൽ പോളിസിനെ പറ്റി വരുന്നത് സി ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. അത് 1, 2, 4 3 ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ടു പ്രൊമോട്ട് ക്ലോസ് ലിങ്കേജ് ബിറ്റ്വീൻ അഗ്രികൾച്ചർ, അങ്ങനെ ഒരു ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിക്ക് എയിം ഇല്ല കേട്ടോ. കുറച്ച് ഫാസ്റ്റ് കൂടുതലാണ്, കാരണം നമ്മുടെ ടൈം പോവാണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അധികം ഇല്ല, മീൻസ് മറ്റു എക്സാമിന് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വലുതായിട്ട് നിങ്ങൾ ഇത് മാത്സ് ആണെന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ട, അത്രയ്ക്ക് സിമ്പിളാണ്. സ്റ്റാറ്റിയും എക്കണോമെട്രിക്സ് ഒക്കെ ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ ഉണ്ട്, ഓൾജിബ്രിക് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി ഒക്കെ സിമ്പിളായിട്ട് തന്നെ, പിന്നെന്താ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സാമ്പിളിംഗ് തിയറീസ് ഉണ്ട്. അതൊക്കെ ബേസ് ആയിട്ട് ശരിക്കും തിയറി ഓഫ് എസ്റ്റിമേഷൻ, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ അതിന് മുന്നത്തെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, തെറ്റിപ്പോകാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും നിങ്ങൾ റെഫർ ചെയ്യുക. പിന്നെ അനോവയെ പറ്റിയിട്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഒക്കെ. ഇനി ഇതുപോലൊരു പ്രോബ്ലം നമ്മളോട് ചോദിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീൻ 40 ആണെന്ന് തന്നിട്ടുണ്ട്, മോഡ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞാൽ മീഡിയൻ. നമുക്കൊരു ഇക്വേഷൻ അറിയാം, മോഡ് ഈക്വൽസ് 3 മീഡിയൻ -2 മീൻ എന്നൊരു ഇക്വേഷൻ അറിയാം. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് മീഡിയൻ ഈക്വൽസ് നമ്മൾ എന്ത് ചെയ്തു, മീഡിയൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ മോഡ് +2 മീൻ ബൈ 3 എന്നായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് നിങ്ങൾ ഈ ഇക്വേഷനിൽ ഇത് 25 ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യണേ കേട്ടോ. അപ്പോൾ സുഖമായിട്ട് ഓപ്ഷൻ ബി 35 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ HSST എക്കണോമിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഇത് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും CCയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8589083568 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക്ലി നമുക്ക് എക്സാംസ് ഉണ്ട്, അത് കൂടാതെ തന്നെ ഡെയിലി എക്സാംസ്, പോൾസ്, വർക്കൗട്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓരോ ടോപ്പിക്കും ഓരോ ദിവസം ഓരോ ടോപ്പിക് എന്നുള്ള രീതിയിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് മാക്സിമം എക്സാംസും കൊടുത്താണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മെഗാ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സാം നിങ്ങൾ എഴുതാൻ, അതായത് HSST എക്കണോമിക്സിൻ്റെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളൊരു ഫോം താഴെ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ എക്സാം നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്യുക കേട്ടോ. അതുപോലെ CCയിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.